ചന്ത് ഉണ്ണിയറച്ചിയെ സ്വന്തമാക്കാൻ ആയുധം എടുക്കാൻ പോവുക. അതിന് ആസിഡ്, കത്തി, അതായത് മുറിച്ചുരിക. ഞാൻ ഈ കത്തി അവന്റെ പണ്ടത്ത് കയറ്റുമ്പോ നീ അവന്റെ മുഖത്ത് ആസിഡ് ഒഴിക്കണം. നീയൊക്കെ അംഗം കണ്ട് ആസ്വദിക്ക്. One popcorn and coke. Medium French fries. അവനെവിടാ? അവന്റെയൊക്കെ ഒരു രാജയോഗം. വല്ലവന്റെ ചില സിനിമയ്ക്ക് വന്നിരിക്കുന്നു. അവന്റെ മൂക്ക് നോക്കി ഒന്ന് കൊടുത്താലോ? നമുക്ക് ഈ മുറിച്ചുരുക കൊണ്ട് അവൻ എറിഞ്ഞു കൊല്ലാ. ഈ കൂട്ടം ഒന്ന് കുറയട്ടടാ. തിയേറ്റർ വെച്ചിട്ട് ഫാൻസ് ആണെന്ന് പറഞ്ഞു. പുറത്തിറങ്ങിയപ്പോ ആൾക്കൂട്ടാന്ന് പറയുന്നു. ഒരൊറ്റ കേറ്റം കൊണ്ട് കയറ്റിയാലുണ്ടല്ലോ. പ്ലാനിങ് പൊളിക്കലടാ പോത്തെ. നീ വെയിറ്റ്. സോറി സർ, സോറി. അയ്യോ ഞാൻ കണ്ടില്ലായിരുന്നു. സോറി പറഞ്ഞത് പോവോ? കെട്ടിപ്പിടിച്ച ചെലപ്പോ പോവും. ഒന്ന് കെട്ടിപ്പിടി. നിക്കടി. കെട്ടിപ്പിടിക്കടി. കെട്ടിപ്പിടിക്കാൻ. ബൈ. സോറി പറഞ്ഞില്ലേ, വിട്ടേക്ക്. ബിച്ചു ഭായിയെ തടയാറായോടാ. ബിച്ചു ഭായിയെ തടയാറായോന്ന്. എന്താടാ നോക്കുന്നേ? അടിക്കണോ? എങ്കിൽ അടിക്കടാ. എന്താടാ? ബോഡി എടുക്കാൻ വന്നതാ. എടുത്തോ. ശരിയാട്ടാ. നീ വാ. എന്താണ് നിന്റെ കയ്യില്? ടൊമാറ്റോ സോസ്. ഇത് ബ്ലഡ് ആണല്ലോ. എന്നോട് അംഗത്തിന് നിൽക്കണ്ട. സമയം കളയാതെ പോയി സിനിമ കാണ്. കഴിക്കളടാ. ഉണ്ണിയാർച്ച പോയി. ചതിച്ചു. അണ്ണാ ഇങ്ങനെ വലിച്ചു കയറ്റിയാ ലിവർ അടിച്ചു പോകും കേട്ടാ. ലിവർ അടിച്ചു പോയാൽ ഞാൻ അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പുതിയൊരു ലിവർ വെച്ച് പിടിപ്പിക്കടാ. പക്ഷെ എന്റെ ലിവർ അടിച്ചു പോയാ അണ്ണാ എടാ, നമ്മുടെ നാട്ടിൽ നെക്സലിസോ ടെററിസ്റ്റോ ഒന്നും ഒരു പ്രശ്നമല്ലടാ. ബ്യൂട്ടീസോ എടാ പ്രശ്നം. നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി തന്നെ തകർന്നോണ്ടിരിക്കടാ. ബ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എടാ, പെണ്ണുങ്ങൾ അവരുടെ സൗന്ദര്യം മൂലധനമാക്കി വെച്ച് അവളുമാര് നമ്മളെ പുറകെ നടത്തും. അതാണ് അവളുമാർക്കുള്ള പലിശ. ചിരിച്ചു കാണിക്കും, നമ്മളെ മയക്കും. ഉദാഹരണമായിട്ട് നമ്മൾ ഈ ലോട്ടറി എടുക്കുന്ന കാര്യം തന്നെ നോക്കാം. അവന്മാർ 5 ലക്ഷം അടിക്കും, 10 ലക്ഷം അടിക്കും എന്നൊക്കെ പറയും. നമ്മൾ പോയി എടുക്കുക, അവസാനം വേറെ ആർക്കെങ്കിലും അടിക്കും. പെണ്ണുങ്ങളുടെ കാര്യം അങ്ങനെ തന്നെയാണ്. മലയാളത്തിലാണെങ്കിലും ഭയങ്കര വിവരമാണല്ലോ. 5 വർഷമായിടാ, 5 വർഷം അവളുടെ പുറകെ നടന്ന നടപ്പ് ഞാൻ ഇന്ത്യ മുഴുവൻ നടന്നിരുന്നെങ്കിൽ എനിക്കിപ്പോ ഗിന്നസ് ബുക്കിൽ കയറി പറ്റായിരുന്നു. വെള്ളം അടിച്ചിട്ട് ഗ്ലാസ് വലിച്ചെറിയുന്ന പോലെ, സൂപ്പർ സ്റ്റാറിന്റെ പടം വരുമ്പോൾ ലിറ്റിൽ സ്റ്റാറിന്റെ പടം വലിച്ചെറിയുന്ന പോലെ. തൊലി വെളുപ്പുള്ള ഒരുത്തനെ കണ്ടപ്പോ അവൾ എന്നെ കളഞ്ഞിട്ട് പോയടാ. സൗന്ദര്യമുള്ള താടകമാരെ വിശ്വസിക്കരുതടാ. സെയിം ഫീലിംഗ് അണ്ണാ. പോകാം, വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാം. വീട്ടിൽ ചെന്ന അമ്മാവന്റെ മോളെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കും. ഇനി അമ്മാവന്റെ മോളെ കല്യാണം കഴിക്കാൻ അല്ലാതെ വേറെ ഒരു വഴിയില്ല. അപ്പൊ അമ്മോ? അവളും അവനും കൂടെ എപ്പോഴോ അവിടെ ഡുവേറ്റ് പാടാൻ തുടങ്ങി കാണൂടാ. സഹിക്കുന്നതിന്റെ മാക്സിമം. പെണ്ണിന് ഇത്ര അഹങ്കാരം പാടില്ല.